ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർപ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലാണ്. ഇന്ന് നമ്മൾ ഒന്നാമത്തെ വായനയിൽ പരിചിന്തനം ചെയ്യുന്നത് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം ഈ ജോഷുവ മോശ മരിച്ചു. പുറപ്പാട് പുസ്തകത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് കാണാം, സംഖ്യയുടെ പുസ്തകത്തിൽ കാണാം. അപ്പോഴങ്ങനെ മോശ മരിച്ചു കഴിഞ്ഞ് പിന്നെ ആരാണ് യഥാർത്ഥത്തിൽ മോശയുടെ പിൻഗാമിയായിട്ട് വരുന്നത്? അത് നൂനിൻ്റെ മകനായ ജോഷുവയാണ്. അതെന്തുകൊണ്ടാണ് ജോഷുവയെ തിരഞ്ഞെടുക്കുന്നത്? കാരണം അവർ ആദ്യത്തെ പ്രാവശ്യം കാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കനാൻ ദേശം ഉറ്റുനോക്കാനായിട്ട് മോശ വിട്ട 12 പേരിൽ 2 പേര് മാത്രമാണ് വിശ്വസ്തരായി നിന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം മോശയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ദൈവം നമ്മളോട് കൂടി ഉള്ളതുകൊണ്ട് കനാൻ ദേശത്തുള്ള വലിയ ആളുകളൊന്നും പേടിക്കാതെ നമുക്കതിനെ കീഴ്പ്പെടുത്താമെന്ന് പറയുകയും ചെയ്തത്. ബാക്കി 10 പേരും അവരെ നിരുത്സാഹപ്പെടുത്തി മോശയ്ക്കും അഹ്റോനും അതുപോലെ ബാക്കി എല്ലാവർക്കും എതിരായിട്ട് ആളുകളെ തിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു, നിങ്ങൾ 40 ദിവസമല്ലേ ഒറ്റ നോക്കിയത്, നിങ്ങൾ ഓരോ ദിവസത്തിനും 1 വർഷം വീതം 40 വർഷം നിങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു തിരിയണം. മാത്രമല്ല, ഈജിപ്തിൽ നിന്ന് പോകുന്ന 20 വയസ്സിന് മുകളിലുള്ള ഒറ്റ കുട്ടി പോലും കനാൻ ദേശത്ത് പ്രവേശിക്കില്ല. ജോഷുവയും പിന്നെ അതുപോലെ തന്നെ കാലേബും ഒഴികെ. അങ്ങനെ ഈ പറയുന്ന രീതിയിൽ ജോഷുവ പിന്നീട് നേതാവാകുകയാണ്. മോശയുടെ ദാസനായിരുന്നു. അതിനുശേഷം മോശയുടെ മരണത്തിന് ശേഷം അവൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് നേതാവായി. അപ്പോൾ ജോഷുവയുടെ കർത്താവ് പറയുകയാണ്, എൻ്റെ ദാസൻ മോശ മരിച്ചു, നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്ക് പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിൻ്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. ഞാൻ മോശയോടുകൂടി എന്നതുപോലെ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. പ്രിയമുള്ളവരെ, ദൈവം എത്ര മനോഹരമായിട്ടാണ് ജോഷുവയെ ഒരുക്കി അയക്കുന്ന നോക്കുക. ജോഷുവ വാസ്തവത്തിൽ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാരണം ഈ 2.5 ഗോത്രങ്ങൾക്ക് ജോർദാൻ്റെ കിഴക്ക് ഭാഗത്ത് മോശ ഭൂമി കൊടുത്തിരുന്നു. ഇവർ ഈ മോവാബ് എന്ന് പറയുന്നൊരു താഴ്വരയുണ്ട് മോവാബ് രാജ്യത്തിൻ്റെ ഒരു വശത്ത്. അത് ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്താണ്. അവിടെ നിന്നിട്ട് മോശ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് നിയമാവർത്തനത്തിലുള്ളത്. പിന്നെ മോശയുടെ മരണശേഷം ജോഷുവ നേതൃത്വം ഏറ്റെടുക്കുന്നു. എന്നിട്ട് ജോഷുവയുടെ ദൈവം പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. ജോർദാൻ നദി കടന്ന് ഈ ഇസ്രായേലിന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് നിങ്ങൾ പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിന്നോടുകൂടി ഞാൻ ഉണ്ടായിരിക്കും, പേടിക്കരുത് നീ. ജോഷുവ വളരെ ധൈര്യവാനായിരുന്നു. അതുപോലെ ഈ മോശയെക്കാളുമൊക്കെ യുദ്ധനിപുണനായിരുന്നു. അങ്ങനെ ജോഷുവ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാനാൻ ദേശം മുഴുവനും എല്ലാ ഗോത്രങ്ങൾക്കുമായിട്ട് വീതിച്ചു കൊടുക്കാനായിട്ട് നേതൃത്വം കൊടുക്കുന്നത് ഈ ജോഷുവയാണ്. അതിനെല്ലാം ശേഷമാണ് ജോഷുവ മരിക്കുന്നത്. ദൈവം പറയുന്നതാണ്, ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്നതുപോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും, ഒരിക്കലും നിന്നെ ഞാൻ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇത് പറഞ്ഞെല്ലാം വരുമ്പോൾ എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത്. നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ചുരുക്കം ഇതാണ്, മോശ വഴി ദൈവം കൊടുത്ത ന്യായപ്രമാണ ഗ്രന്ഥമുണ്ട്. 10 കൽപ്പനകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? നീ എല്ലാ നിയമങ്ങളും അനുസരിക്കണം. യാക്കോബ് ശ്ലീഹ പറയും, നിയമങ്ങളെല്ലാം അനുസരിച്ചിട്ട് ഒരെണ്ണം മാത്രം ലംഘിച്ചാൽ എല്ലാം ലംഘിക്കുന്നതിന് തുല്യമാണെന്ന് അപ്പോസ്തലൻ പറയും. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പാലിക്കും, ഇഷ്ടമില്ലാത്തതൊക്കെ പാലിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, മോശ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും നിങ്ങൾ പാലിക്കണം. അതുപോലെ തന്നെ അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നമുക്ക് ഇടം വലം മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ വഴിതെറ്റി കുറേ ദൂരമൊക്കെ പോകും. അത് പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ദൈവം എല്ലാത്തിനും നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കാനായിട്ട് നോക്കിയിരിക്കുന്നുള്ളതാണ്. അങ്ങനെയല്ല. നമ്മൾ ഈ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കുക. തീക്കകത്തേക്ക് നമ്മൾ കൈ കൊണ്ട് വെച്ചാൽ നമുക്ക് പൊള്ളും. അത് തീയുടെ പ്രത്യേകതയാണ്.
നമ്മളെ ആരും ശിക്ഷിക്കുന്നൊന്നുമല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ എല്ലാ നിയമങ്ങൾക്കും അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാകും. നമ്മൾ പ്രകൃതിയിലെ നിയമങ്ങൾ, ചെടികൾ വളരുന്നത്, മൃഗങ്ങൾ വളരുന്നത്, അതിനെല്ലാം നിയമമുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മൃഗങ്ങളുടെ കുട്ടികൾ, ആട്ടിൻ്റെ കുട്ടിയാണത് എങ്ങനെയാണ്, ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പം ആ കുട്ടിയെ പിന്നെ അമ്മയുടെ കൂടെ നിർത്തുകയില്ല. അത് മുല കുടിക്കാൻ വന്നാലും അമ്മ ഇതിനെ തൊഴിച്ചോടിക്കും. കോഴിക്കുഞ്ഞാണെങ്കിൽ അതിൻ്റെ ഒരു പ്രായം കഴിഞ്ഞാൽ അമ്മ കൊത്തി ഓടിക്കും. അത് സ്വയം പോയി അധ്വാനിച്ച് ഭക്ഷണം കണ്ടെത്തി ജീവിക്കണം എന്നുള്ളതാണ്. ഇതൊരു പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ 20, 25, 30 വയസ്സാകുന്ന മക്കളെ പോലും മടിയിലെടുത്ത് വെച്ച് ചോറൊക്കെ വാരി കൊടുക്കും. അതുകൊണ്ട് എന്താ പറ്റുന്നത്? ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് പോകുന്നത് കൊണ്ട് അതിൻ്റെ ഫലം എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടാകും. ദൈവം അങ്ങനെയല്ല നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓരോരുത്തരും ഈ വളരുന്നതിന് അനുസരിച്ച് നമ്മൾ സ്വയം ജീവിക്കാനായിട്ട് പഠിക്കണം. അത് ബാക്കി എല്ലാ മൃഗങ്ങളുടെ കാര്യത്തിൽ നടക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അത് കൂടുതലായിട്ടും നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഈ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എപ്പോഴും ഉണ്ടാകും. അത് നമ്മുടെ ഇന്നത്തെ യുവതലമുറയിലൊക്കെ അത് കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ നോക്കുക, മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ന് എന്താണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആത്മഹത്യാ പ്രവണതയും അല്ലേ ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് അവർ എവിടെയെങ്കിലും പോയി ചാടുന്നു. അതെല്ലാം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ്? ഈ യഥാർത്ഥത്തിൽ ദൈവം ഈ പ്രകൃതിയിൽ നമ്മളെയൊക്കെ വളർത്താനായിട്ട് വെച്ചിരിക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളുടെ ലംഘനമുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ പുസ്തകം, ഈ ദൈവത്തിൻ്റെ പുസ്തകം വായിച്ച് ഇത് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, നിൻ്റെ കുട്ടിയെ ഒന്ന് തല്ലിയെന്നോർത്ത് അവൻ മരിച്ചു പോവുകയൊന്നുമില്ല. ശിക്ഷണം കൂടാതെ വളരുന്ന കുട്ടികൾ അവരൊരിക്കലും നല്ലവരാകുകയില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ നിയമങ്ങളാണതെല്ലാം. ആ ദൈവത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴേ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മാത്രമേ അവർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ട് പഠിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ യോശുവയുടെ ദൈവം പറയുന്നത്, അതിലെഴുതിയിരിക്കുന്നതെല്ലാം നീ പാലിക്കാൻ ശ്രദ്ധിക്കണം, എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് നിൻ്റെ അധരത്തിലുണ്ടായി, അതുപോലെ നിനക്ക് കാണാപ്പാടമായിരിക്കണം. അതിലെഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അതെന്തിനാണ് ധ്യാനിക്കുന്നത്? എന്തിനാണ്? വായിച്ചു കൊടുത്താൽ പോരാ, നമ്മളത് മനനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലിങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചിന്തയുടെ എല്ലാം ഭാഗമായിട്ട് മാറണം, വിചാരത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരാതെ, പെട്ടെന്ന് നമുക്ക് സങ്കടം വരാതെ, പെട്ടെന്ന് നമുക്ക് നിരാശ വരാതൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മനനം ചെയ്ത് നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്തതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നീ വഴികളിലൂടെ, എൻ്റെ വഴികളിലൂടെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ വഴികളിലൂടെ മാറി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ദൈവം കൂടെ ഉണ്ടാവില്ല. രണ്ടാമത്തെ വായന 2 കൊരിന്ത്യർ 13-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. ഈശോ മിശിഹാ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈശോ നമ്മളിലുണ്ടോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ സംസാരവും നമ്മുടെ പ്രതികരണ ശൈലിയും എല്ലാം നോക്കിയിട്ടാണ്. നമ്മളിൽ ഈശോ സന്നിഹിതനാണെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റായ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഈശോയുടെ വാക്കുകൾ ഇങ്ങനെ മനനം ചെയ്ത് നമ്മളിലെപ്പോഴും കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ മനസ്സിലാകും. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ വരുന്ന വീഴ്ചകൾ, ഈ വചനങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈശോ മിശിഹാ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കും നിങ്ങളുടെ പരീക്ഷയിൽ. ആ ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ നേരായ മാർഗത്തിലൂടെ പോകാനായിട്ട് പരിശ്രമിക്കുക. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അതായത് പൗലോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ബോധ്യം എപ്പോഴും ഉണ്ട്, ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. പൗലോസ് അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്, ഞാൻ എന്തോരം അടികൊണ്ട്, എന്തോരം അപകടത്തിൽപ്പെട്ട്, എന്തോരം പാമ്പ് കടിച്ച്, ഇതൊന്നും എന്നെ മടുപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനതിൽ നിരാശനല്ല. അത് പറയാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈശോ അദ്ദേഹത്തിലുണ്ട് എന്ന് വളരെ ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ എന്നാണ് ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന. ഞങ്ങൾ പരീക്ഷയിൽ വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. അതാണ്. ഒരുപക്ഷെ ഞങ്ങൾ അത്രയധികം വിജയിച്ചൊന്നും വരില്ല. സംസാരത്തിലും പ്രവൃത്തിയിലും നടപ്പിലെടുപ്പിലുമൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് വരാം. പക്ഷേ അങ്ങനെയൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടാലും നിങ്ങളൊരിക്കലും പരാജയപ്പെടാൻ പാടില്ല. നിങ്ങൾ നന്മ പ്രവർത്തിക്കണം.
നല്ല കാര്യങ്ങൾ ചിന്തിക്കണം, നല്ല കാര്യങ്ങൾ പറയണം, നല്ല രീതിയിൽ പ്രതികരിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് ആഗ്രഹം. സത്യത്തിന് വേണ്ടി അല്ലാതെ സത്യത്തിനെതിരായി ഒന്നും ചെയ്യുക ഞങ്ങൾക്ക് സാധ്യമല്ല. ഞങ്ങളേതായാലും അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഞങ്ങൾ ഒരല്പം ബലഹീനരായിരിക്കാം, പക്ഷേ നിങ്ങൾ ബലവാന്മാരാകുമ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം. നിങ്ങളുടെ പുനരുദ്ധാനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ ഇത് എഴുതുന്നു. എന്തായി പറഞ്ഞു വരുന്നത്? ഈ കൊരിന്തോസിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് എഴുതുമ്പോൾ അവിടെ ചില വഴക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ടാണ് പൗലോസ് എഴുതുന്നത്. അതായത് ഞങ്ങൾ അങ്ങോട്ട് അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഒരു വലിയ പൊങ്ങച്ചം പറയുകയാണ്. പൗലോസിനുണ്ട് പ്രസംഗിക്കാൻ അറിയാവുള്ളൂ, കണ്ടാൽ തന്നെ ഒരു വൃത്തികെട്ടവൻ, പൊക്കമില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞാണ് അവർ കളിയാക്കിയിരുന്നത്. അതുപോലെ കാശ് പിരിക്കാനാണ് വരുന്നത്. അതേക്കുറിച്ചൊക്കെയാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ബലവാന്മാരായി ഞങ്ങൾ സമ്മതിച്ചു, പക്ഷേ ഞങ്ങൾ വരുമ്പോൾ കാർക്കശ്യത്തോടെ അധികാരം പ്രയോഗിക്കാൻ ഇടവരരുതേ എന്നാണ്. നിങ്ങൾ നല്ലവരായിട്ട് ജീവിക്കണം. കാര്യം ഇങ്ങനെ ഞങ്ങൾ ബലഹീനത എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും വേണ്ടി വന്നാൽ കാര്യങ്ങളെടുത്ത് പ്രയോഗിക്കാൻ ഞങ്ങൾക്കറിയാം. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കുമ്പോൾ ഇത് എഴുതുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നർത്ഥം. കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ വളർത്തിയെടുക്കാനാണ്, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ നേതൃത്വത്തിലുള്ളവർ ഇതൊക്കെ പറയുമ്പോൾ നമ്മളവരെ വിമർശിച്ചിട്ട് കാര്യമില്ല. കാരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്, അവരുടെ ബോധ്യത്തിൽ നിന്ന് വരുന്നതാണ്. ആ രീതിയിൽ നമുക്കതിനെ കാണുമ്പോൾ മാത്രമേ ഈ പൗലോസിൻ്റെ പ്രബോധനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ സ്വീകരിച്ചാലേ യഥാർത്ഥത്തിൽ ഈ ഉയർപ്പിൻ്റെ ആനന്ദമൊക്കെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. സുവിശേഷം, മത്തായി സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. ഇത് ഈശോയുടെ ഉയർപ്പിന് ശേഷമുള്ള ഒരു സംഭവമാണ്. അതായത് ഗലീല എന്ന് പറയുന്നതാണ് ശ്ലീഹന്മാർ ഈശോയൊക്കെ താമസിച്ചിരുന്ന ആ പ്രോവിൻസ്. നസറത്ത്, കഫർനാമൊക്കെ അവിടെയാണ്, അല്ലെങ്കിൽ അവരുടെ സാധാരണ താമസ സ്ഥലമാണ്. അപ്പോൾ ഈശോ ജെറൂസലത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്, അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോയ്ക്ക് പോകാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഉയർത്തെഴുന്നേറ്റ് ഈശോ ശിഷ്യന്മാരോട് ചെല്ലുമ്പോൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. ഏത് മലയിലേക്കാണ് നമുക്കറിഞ്ഞുകൂടെ, ഏത് മലയിലേക്കാണ് പോയെന്ന്. അവിടെ പല മലകളെക്കുറിച്ചൊക്കെ പറയും. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. അതായത് എല്ലാവർക്കും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഈശോ തന്നെയാണ് എന്നുള്ളത്. എന്തോ ഒരു ഭൂതമാണ്, എന്താണ്, അവർക്കൊരു ആകപ്പാടെ ഒരു അങ്കലാപ്പ് സംശയമെല്ലാമാണ്. അങ്ങനെ സംശയിച്ചു. അപ്പോൾ പറയുകയാണ്, ഈശോ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തണം. അങ്ങനെ നമുക്ക് ഈ ലോകമെങ്ങും പോയിട്ട് എല്ലാവരെയും ശിഷ്യപ്പെടുത്താനുള്ള ഒരു ദൗത്യമാണുള്ളത്. നമ്മളിന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സഭാസമൂഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതുമായിട്ട് എത്രമാത്രം അതിന് ബന്ധമുണ്ട് എന്ന് നോക്കുക. നമ്മൾ ഈ ലോകമെങ്ങും പോകാനായിട്ട് ഇന്ന് നമുക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ മാനന്തവാടിയിൽ നിന്നാണ്. നിങ്ങളിത് കേൾക്കുന്ന ഏതൊക്കെയോ രാജ്യത്തിരുന്നായിരിക്കാം. അപ്പോഴത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാനായിട്ട് ഞാൻ അങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, അതിവിടെ ഇരുന്നാൽ മതി. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച്, അതുപോലെ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ മാറുന്നതനുസരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും അടുത്ത് പോകണമെന്ന് നിർബന്ധമില്ല. ദൈവം തരുന്ന ഈ മാർഗങ്ങളെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ചിലർ ഈ സാങ്കേതിക വിദ്യകൾക്ക് നിരന്തരം എതിര് പറയുന്നവരുണ്ടാകും. ടെലിവിഷൻ എന്ന് പറയുന്നത് ചെയ്ത്താൻ്റെ പെട്ടിയാണ്, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വിഡ്ഢിപ്പെട്ടിയാണ്. ഫോൺ എന്ന് പറയുന്നത് ചെയ്ത്താൻ്റെ കാഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ, പക്ഷേ അതില്ല, നമുക്ക് നടപ്പില്ല. കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങൾ അതിലൂടെയാണ് പോകുന്നത്. ഇതെല്ലാം നമുക്ക് ദൈവം തരുന്ന ഉപാധികളാണ്. ദൈവത്തിൻ്റെ പ്രബോധനം, ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ ആ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ പിള്ളേരൊന്നും മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിക്കാതിരിക്കില്ല, അവരുപയോഗിക്കും. പക്ഷേ നമ്മളെന്താണ് ചെയ്യുന്നത്? അവരെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുക. വീട്ടിൽ കത്തിയും വാക്കത്തിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. കൊല്ലാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മരം വെട്ടാൻ ഉപയോഗിക്കാം. ഇതുപോലെയാണ് ഏതൊരു കാര്യവും നമുക്ക് നന്മയ്ക്കും തിന്മയ്ക്കുമായി ഉപയോഗിക്കാം. അതുകൊണ്ട് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം
എല്ലാവരെയും പോയി പഠിപ്പിക്കണം, അവരെ അനുസരിക്കാൻ പഠിപ്പിക്കണം. ഒരുപക്ഷെ നമ്മളിവിടെയാണ് പരാജയപ്പെട്ടത്. നമ്മൾ പറയും നമ്മൾ ഈ പള്ളിയിൽ പോകുന്നില്ല, അവിടെ പോകുന്നില്ല, ഇവിടെ പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇത് നമ്മൾ പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. അവരെ ഈ ദൈവത്തിൻ്റെ വഴികൾ, ദൈവം എങ്ങനെയാണ് ഇതെല്ലാം നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞത്, അതുപോലെ ദൈവം ഓരോ സന്ദർഭത്തിൽ എങ്ങനെയാണ് നമുക്ക് പെരുമാറ്റത്തിനുള്ള ചട്ടങ്ങൾ തന്നിരിക്കുന്നത്, ഇതൊന്നും നമ്മൾ പറഞ്ഞു കൊടുത്തില്ല കാര്യമായിട്ട്. നമ്മളൊരുപാട് തത്വങ്ങൾ പറഞ്ഞു കാണും, അല്ല ദൈവശാസ്ത്രം പറഞ്ഞു കാണും, തത്വശാസ്ത്രം പറഞ്ഞു കാണും, പക്ഷേ ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ജോഷുവയോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയുന്നതാണ്, നിൻ്റെ അധരത്തിൽ ഈ വചനം എപ്പോഴും ഉണ്ടായിരിക്കണം, ഈ ഗ്രന്ഥം നിൻ്റെ കൂടപ്പിറപ്പായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് കർത്താവ് പറയണം, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളോടുകൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് തന്നിരിക്കുന്ന വലിയ ദൗത്യമാണ് ഈ സർവ്വലോകത്തെയും ഈ കർത്താവിൻ്റെ ഉയർപ്പിൽ ആനന്ദിക്കാനായിട്ടുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ വചനം നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും എപ്പോഴും ഉണ്ടാവട്ടെ. അത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഉത്സാഹമുണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.